അങ്ങനെ T20 വേൾഡ് കപ്പ് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലിരിക്കുന്ന ഒരു സമയം. ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു വീഡിയോ വെച്ച് ആദ്യം തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ മതമോ ദൈവമോ ഒന്നും അങ്ങനത്തെ വിശ്വാസം മൂഡിലുള്ളൊരു വ്യക്തിയല്ല എന്നുള്ള പലപ്പോഴും ആയിട്ട് പറഞ്ഞൊക്കെ നിങ്ങൾക്കറിയാം. സോ സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫേസിലാണ് നമ്മുടെ രാജ്യം ഇരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക. അന്ധവിശ്വാസങ്ങളും അതേപോലെ അങ്ങനത്തെ പരിപാടികളൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു സ്കീം ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് പൊട്ടും. വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മേ ബി ഇത് ശരിയായിരിക്കും, മേ ബി അല്ല, അവർക്കിത് റൈറ്റാണ്. ബട്ട് ഫോർ മീ ഇത് ഭയങ്കര എന്താ പറയുക, നിർത്തേണ്ട പരിപാടികളാണ്. ഓക്കെ, ഇപ്പോൾ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് അവരുടെ റിലീജിയൻ, അവരുടെ ദൈവം, അവരുടെ പ്രേയേഴ്സ്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ അവർ കീപ്പ് ചെയ്യട്ടെ. ദാറ്റ്സ് അപ് ടു ദം, ദെയർ പ്രൈവസി ഐ കംപ്ലീറ്റ്ലി റെസ്പെക്റ്റ്. പക്ഷേ ഒരു രാജ്യം ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നു. ഓക്കെ, ഇന്ത്യ ഈസ് എ സെക്കുലർ കൺട്രി, മതേതര ഭാരതം, മതേതര രാജ്യമാണ്. ഓക്കെ, ഈ രാജ്യത്ത് ഇത്രയും സെക്യുലർ ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഭരണഘടനയിലടക്കം എഴുതി വെച്ചിട്ടുള്ള ഒരു ടൈമിൽ സൂര്യകുമാർ യാദവ്, ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ, അതേ ടീമിൻ്റെ കോച്ച് ഗൗതം ഗംഭീർ, ICC ചെയർമാൻ ജയ്ഷാ, ഇവരെല്ലാവരും കൂടി ഈ കപ്പ് T20 ഇന്ത്യ ജയിച്ച് കിട്ടിയ ആ ഒരു കപ്പും കൊണ്ട്, ആ ട്രോഫിയും കൊണ്ട് ഒരു ഹനുമാൻ്റെ അമ്പലത്തിലേക്കാണ് കയറി ചെല്ലുകയാണ്. അപ്പോൾ പലരും ചോദിക്കും, എന്താ ഇപ്പോൾ ഒരു അമ്പലത്തിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അതിനൊരു പൂജ ചെയ്താൽ എന്താ? അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇതേ കപ്പ് കൊണ്ടുപോയിട്ട് ഒരു പള്ളി കൊണ്ടുപോയി കയറ്റി, ഒരു മുസ്ലിം പള്ളി കൊണ്ടുപോയി കയറ്റിയ T20 കപ്പ് കൊണ്ട് ജിഹാദ് ഉണ്ടാക്കി എന്ന് പറയും അല്ലേ? വേൾഡ് കപ്പ് ജിഹാദ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇതേ ഇന്ത്യയിൽ കുറേ സംഘപരിവാർ, കുറേ ഹിന്ദുത്വവാദികൾ ഇറങ്ങിത്തിരിക്കും. സമ്മതിക്കുമോ? ഓക്കെ, ഇന്നിപ്പോൾ അത് അമ്പലത്തിൽ കയറ്റി, നാളത് കൊണ്ടുപോയിട്ടൊരു പള്ളി കയറ്റിയ ഇവരും ഉണ്ടാതിരിക്കുമോ? ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം പള്ളിയിലോ കയറ്റി, അപ്പോൾ ക്രിസ്ത്യൻ പള്ളി കയറ്റിയാൽ പിന്നെയും ഉണ്ടാതിരിക്കുമായിരിക്കും, മുസ്ലിം പള്ളി കയറ്റിയവരും ഉണ്ടാതിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് ജിഹാദാക്കി വേറെ വർത്തമാനവും പറഞ്ഞാൽ അവിടെ പൊരിഞ്ഞ കച്ചറയാക്കും. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസിയല്ല, എനിക്ക് മതോ ദൈവത്തിനോട് ഒരു താല്പര്യവും ഇല്ല. സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഞാനിതിൽ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോട് വന്ന് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ, എന്നെ തെറി വിളിച്ചിട്ട് പോകാനോ. ഈ കപ്പ് കൊണ്ടുപോയ ഹനുമാൻ ടെമ്പിളിലെ ഏതൊരു സാമ്യ ബാബാജിയാണ് ഇയാൾ പറയുന്നത്, നിങ്ങളും ശ്രദ്ധിക്കും. मैच से पहले गौतम गंभीर और कप्तान क्या नाम सूर्य कुमार हनुमान जैसे आशीर्वाद लिए। इस बार भारत जीतना चाहिए। फिर जैसा भी आए थे उन्होंने भी दर्शन किया और उन्होंने एक बात कही कि महाराज जी, इस बार अगर भारत जीतेगा तो मैं जो है ट्रॉफी लेकर हनुमान जी के पास जरूर आऊंगा। तो भारत जीत गया। और देखो अभी जो है ट्रॉफी जो है हनुमान जी के पास आई, हनुमान जी के पास ट्रॉफी रखी गई। हमारे खिलाड़ी लोग बहुत अच्छे खेले, अब बॉलिंग भी अच्छे की है। तो खूब शुभकामना समस्त देशवासियों को, और हनुमान जी की कृपा बनी रही। वैसे ही हनुमान जी की कृपा बनता रहे, हमेशा हमारा देश खेलता रहे और जीतता रहे। सभी जना प्रार्थना की और हनुमान जी प्रार्थना सुन लिए, कहने की मतलब, और हनुमान जी सुन लिए तो भारत जीत गया। ഹനുമാൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും കളീൻ്റെ മുന്നേ പോയിട്ട് പ്രാർത്ഥിച്ചു കപ്പ് കിട്ടണം എന്നുള്ളത്. ഓക്കെ, വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്, അവർ ഇൻഡിവിജ്വലി അവരുടെ ദൈവങ്ങളുടെ അടുത്ത് അവർ പ്രേ ചെയ്യുമായിരിക്കും, ഫൈൻ, ഓക്കെ, അക്സെപ്റ്റഡ്. ഞാനിവിടെ ഒരു കാര്യം ചോദിക്കാം. ഇന്ന് ഇന്ത്യ ജയിച്ചു, ഈ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഈ കപ്പ് കൊടുത്തു, ക്രെഡിറ്റ് ഹനുമാൻജിക്ക് പോയി ഇല്ലേ? ക്രെഡിറ്റ് ഹനുമാൻജിക്ക് പോയി. അന്ധവിശ്വാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്യുവർ അന്ധവിശ്വാസം. ഇന്ത്യ തോറ്റു എന്നുള്ളൊരു സിറ്റുവേഷനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ക്രെഡിറ്റ് ഹനുമാൻജിക്കാണോ, അതോ ഈ പ്ലെയേഴ്സിൻ്റെ തലയിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് അവൻ കളിച്ചില്ല, ഇവൻ കളിച്ചില്ല, ക്യാപ്റ്റൻസി ശരിയായില്ല, മറ്റേ കോച്ച് ശരിയല്ല, കോടിക്കണക്കിന് ആളുകൾ നേരെ പോകുന്നു, ഇവരെ തലയിൽ കയറുന്നു ആണോ? ഇത് ക്രെഡിറ്റ് അടിച്ചു മാറ്റലും ക്രെഡിറ്റ് കൊടുക്കലും അല്ലാതെ എന്താ പരിപാടി ഇതിനകത്തുള്ളത്? ശരി, ഞാൻ പറഞ്ഞു
വിശ്വാസം ഉള്ളവർ ഓക്കെ ആയിക്കോ. പക്ഷെ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ എന്തിനാടാ ഇത് പബ്ലിക്കിൽ എന്തിനാ ഇത് പബ്ലിസിറ്റി ആക്കുന്നത്? ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് സീരിയസ്ലി മാൻ. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ ഇവിടെയാണ്. ഇത് ഈ ക്രിക്കറ്റിൽ മാത്രമല്ല കേട്ടോ, ഇത് ആർമിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും ISROയിൽ വരെ ഇതേപോലുള്ള ഓരോ പരിപാടികൾ ചെയ്യുന്നുണ്ട് ആളുകൾ. ഇതൊക്കെ കുറച്ചൊക്കെ മാറി അതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലിലേക്ക് ഒതുങ്ങണം. ഈ രാജ്യം എന്ന് പറയുന്നത് സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടെ സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റിയിൽ ഇപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇത് ഈ BJP ഗവൺമെൻറ് ഭരിക്കാൻ തുടങ്ങിയത് മുതൽ ഈ എന്താ പറയുക ബാക്ക് ടു റൂട്ട്സ് എന്ന് പറഞ്ഞൊരു സ്ലോഗനും പറഞ്ഞ് ഇതേപോലുള്ള പരിപാടികൾ കാണിച്ചു കൂട്ടിയ ഐ വോണ്ട് എൻകറേജ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യാതെ പോകാൻ പറ്റില്ല. എനിക്ക് ഈ ചെയ്ത പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മതപരമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കണം എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സർവ്വമത പ്രാർത്ഥനയിൽ വെച്ചുകൂടായിരുന്നില്ലേ? ഒരു കുരിശും ഒരു അള്ളാഹു അക്ബറും ഒരു ഓമൊക്കെ വെച്ചിട്ട് സർവ്വമത പ്രാർത്ഥനയായിട്ട് ഈ സാധനം ഇത് ട്രോഫി കൊണ്ടുപോയി വെച്ചിട്ട് പൂജിച്ചാൽ പോരായിരുന്നില്ലേ? അതൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തരം ഇതെന്താ പറയുക, ചില സാധനങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. ഇതിപ്പോൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നടന്നിട്ടുണ്ടാവാം. ധോനി കപ്പടിച്ചപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, ഇൻഡിവിജ്വലി ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഇന്നലെയാണ്. ഇപ്പോൾ ഈ പരിപാടി നേരെ ഹനുമാൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നു, ക്രെഡിറ്റ് മൊത്തം ഹനുമാൻജിക്ക് കൊടുക്കുന്നു, മുന്നേ വന്ന് പ്രാർത്ഥിച്ചതാണ്, അപ്പോൾ ഇപ്പോൾ വന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്നു. എനിക്കിത് അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ഇനിയിപ്പോൾ അത് പറ്റുന്നവർക്ക് പറ്റിക്കോട്ടെ. ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞു. കാരണം മതേതര ഭാരതം, സെക്യുലർ ഇന്ത്യയിൽ അല്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും കൊണ്ടുപോകാനും പറ്റണം. എല്ലാതും ചെയ്യുമ്പോൾ ഒരു ക്രിറ്റിസിസം വരാൻ പാടില്ല. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു, ഇതൊരു മുസ്ലിം പള്ളി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്ന് വേറെ ലെവൽ ഇവിടെ രാജ്യം നിന്ന് കത്തിയിരുന്നു. അമ്മാതിരി സെറ്റപ്പ് ഇവന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവന്മാർ നാട് ഭരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മൈൻഡ് സെറ്റുള്ള സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ വളരെ ലൈറ്റായിട്ട് എടുക്കാൻ എനിക്ക് ശേഷം പാടാണ്. ഓക്കെ, കാരണം മതേതര ഭാരതത്തിൽ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്ന് മാത്രമായിട്ട് ഇങ്ങനെ തുടക്കം ഇന്ന് രാവിലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക നമ്മുടെ സഞ്ജുവിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഹർദിക് പാണ്ഡ്യയുടെ ഗേൾ ഫ്രണ്ട്, അങ്ങനെ ശിവം ദൂബെ, എല്ലാവരും അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നു. അവരുടേതായിട്ടുള്ള ഓറ ഫാമിങ് നടത്തുന്നു. ഒരു സൈഡിൽ അവർ എൻഗേജ്ഡ് ആണ്. സഞ്ജു ആസ് എൻ ഇൻഡിവിജ്വൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ആ ഒരു കൂൾ കാം സാധനം, മനസ്സിലായോ? അങ്ങനെ തന്നെയാണ് ആൾ. അപ്പോൾ സഞ്ജു അതിൻ്റെ ബാക്കിൽ ആ പോഡിയത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു. സഞ്ജു കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ച് കയ്യിൽ ആ ഒരു പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കപ്പും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. 2 സ്ത്രീകൾ സഞ്ജുവിൻ്റെ അടുത്ത് വരുന്നു. അവരോടുള്ള റെസ്പെക്റ്റ്, സ്ത്രീ പുരുഷൻ എന്നല്ല കേട്ടോ, ഒരു വ്യക്തിയോടുള്ള റെസ്പെക്റ്റാണ് സഞ്ജു എപ്പോഴും കാണിക്കാറ്. സഞ്ജു കാല് താത്തുന്നു, അവർക്ക് കൈ കൊടുക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവർ സഞ്ജുവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, പോകുന്നു. ഹർഷ ഗോഖലെ അപ്പോൾ അവിടെയാണ്. അപ്പോൾ ബാഗും തൂക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ സഞ്ജുവിനോട് സംസാരിക്കണം തോന്നുന്നുണ്ട്. മൂപ്പർ അവിടെ കിടന്ന് ഇങ്ങനെ സഞ്ജുവിൻ്റെ അടുത്ത് പോകാനുള്ള ഒരു ചുറ്റിക്കറങ്ങൽ തന്നെയാണ്. സഞ്ജു അത് മനസ്സിലാക്കിയിട്ട് ഹർഷ ഗോഖലിനെ വിളിക്കുന്നു. ഹർഷ ഗോഖലെ വരുമ്പോൾ സഞ്ജു നീച്ച് നിന്നാണ് അയാളെ വെൽക്കം ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തി അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോൻ്റെ അടിയിലെ കമൻസും സഞ്ജു സ്കോർ ചെയ്യാൻ തുടങ്ങിയത് മുതൽ സഞ്ജുവിൻ്റെ ആ ഒരു പ്രസ് മീറ്റിൻ്റെ അടിയിലെ കമൻസും പിന്നെ ഇങ്ങനത്തെ ഈ ഇപ്പോൾ ഉള്ള എല്ലാ കണ്ടൻറ്റുകളുടെ അടിയിലുള്ളൊരു കോമൻറ്റ് സെക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അടുത്ത ധോനി. സഞ്ജു ആണ് അടുത്ത ധോനി. ഓക്കെ, വി ഗോട്ട് അവർ ന്യൂ MSD ഓറ. സഞ്ജു ധോനിയാണ്, ധോനീൻ്റെ മറ്റേ പിൻഗാമിയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നവരോടൊരു കാര്യം പറയട്ടെ, സഞ്ജു സാംസൺ ഇങ്ങനെയാണ്. ദിസ് ഈസ് ദ റിയൽ OG സാംസൺ. മനസ്സിലായോ? ഇതിനെ നിങ്ങൾ ഇനി ഓവർ മറ്റേ സാധനങ്ങൾ എടുത്തു കൊടുത്ത് ഒരു ധോനി വൈബിലേക്ക് ഇപ്പോൾ ചെന്നൈയിലും കൂടി വന്നുകൊണ്ട് ഇതിൻ്റെ ഒരു അളവ് കൂടിയിരിക്കുക. സത്യത്തിൽ പേടിയാണ്. സഞ്ജു ഇങ്ങനെ പോണത് സഞ്ജുവായിട്ട് പോട്ടെ. സഞ്ജു അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെ പോട്ടെ. അല്ലാതെ ഇതെല്ലാം കൂടിയും കൊണ്ടുപോയിട്ട് നിങ്ങൾ അടുത്ത ജൂനിയർ ധോനി അല്ലെങ്കിൽ ധോനീൻ്റെ മറ്റേ പിൻഗാമി ഇത് ധോനി ഓറാന്നൊന്നും പറഞ്ഞ് സാധനങ്ങൾ അടിച്ചിറക്കാതിരിക്കും.
അറ്റ്ലീസ്റ്റ് മലയാളികളോട് ഇങ്ങനെ ചിന്തിക്കുന്നവരോടും പറയുന്നവരോടാണ്. അത് ധോനി ഈസ് എൻ ഇൻഡിവിജ്വൽ, ദിസ് ഗൈ ഈസ് അനദർ ഇൻഡിവിജ്വൽ. മേ ബി ചിലപ്പോൾ സിമിലാരിറ്റീസ് നമുക്ക് തോന്നാം, ബട്ട് ദേ ആർ ടു ഡിഫറെൻറ്റ് പേഴ്സൺസ്, ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്രിക്കറ്റ്സ്, ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ്. അങ്ങനെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഈ ഓവർ എക്സ്പെക്റ്റേഷനും ഓവർ സാധനങ്ങളും വെച്ച് ഇനി എന്താ പറയുക, ഏതെങ്കിലും ഒരു ഇന്നിങ്സ് സഞ്ജു അടിച്ചില്ലെങ്കിൽ അപ്പം ഇത് ഫുള്ള് റിവേഴ്സ് ആവും. ഈവൻ സഞ്ജുവിന് ആ പേടി കാണും സത്യത്തിൽ. ഇപ്പോൾ വരുന്നിടത്തും പോണോടത്തൊക്കെ മീഡിയം ആകെ മൊത്തം ഇതൊക്കെ എൻജോയ് ചെയ്യും, എൻജോയ് ഇല്ല എന്ന് പറയുന്നില്ല, ബട്ട് ആഫ്റ്റർ സെർട്ടൻ പോയിന്റ് നിങ്ങൾ നോക്കിയോ, സഞ്ജു വാനിഷാണ്. തിരുവനന്തപുരത്ത് വന്നു, സഞ്ജു പരിപാടി കഴിഞ്ഞു, സഞ്ജു പോയി, സഞ്ജു ഗോൺ, വാനിഷായി. സഞ്ജുവിൻ്റെ പീസ്, മനസ്സമാധാനം എന്ന് പറഞ്ഞ സഞ്ജു വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ദയവ് ചെയ്തിട്ട് ഈ ധോനി ഐറ്റത്തിലേക്ക് സഞ്ജുവിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത് കുറച്ച് കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു പേഴ്സണലി ഒരു കൺസേൺ. ഇനി അടുത്തത്, ഹാർദിക് പാണ്ഡ്യ ഈസ് ഗെറ്റിംഗ് ഹെവിലി ട്രോൾഡ്. ഓക്കെ, ഹാർദിക് പാണ്ഡ്യ ഗേൾഫ്രണ്ടിൻ്റെ ഒപ്പം അവിടെ ഉമ്മ വെച്ച് കിടക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പോഡിയത്തിൽ കിടക്കുന്നു. അയാളെ ഗേൾഫ്രണ്ടായിട്ട് എന്തോ ചെയ്യട്ടെ, എന്ത് ചെയ്താൽ എന്താ, അയാളെ ഗേൾഫ്രണ്ട് അവരും രണ്ടുപേരും ഹാപ്പിയാണ്. ആ ഒരു മൊമെൻ്റ് അവർ എൻജോയ് ചെയ്യണം. ഓരോരുത്തരും ഓരോ പോലെയല്ല എൻജോയ് ചെയ്യുക. അങ്ങനെ വിട്ടാൽ മതി ആ സാധനം, അതങ്ങനെ വിട്ട് കളയണം. അതും ധോനീൻ്റെ ലെജൻഡ് വൈബും ഇത് ചപ്രി വൈബ്, ഇതൊക്കെ എന്തോന്നാ ഇത്, ചുമ്മാ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞടിക്കാനുള്ള ഐറ്റം. ഇനി നമ്മൾ എടുത്ത് നോക്കാൻ പോകുന്നതാണ് മെയിൻ സാധനങ്ങൾ. അതായത് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് സഞ്ജുവിന് കൊടുക്കാൻ പാടില്ലായിരുന്നു. പാകിസ്ഥാൻ എന്നുള്ള കരച്ചിൽ, എൻ്റെ പൊന്നെ, എനിക്കെന്ത് രസം അറിയോ. എനിക്ക് സാധാരണ കരച്ചിൽ, ഒരാൾ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും സങ്കടം തോന്നാറ്, അല്ലെങ്കിൽ സഹതാപമാണല്ലോ തോന്നാറ്. ഈ പാക്കികളുടെ പിച്ചസ്ഥാനിലുള്ള ആളുകളുടെ കരച്ചിൽ കേൾക്കുമ്പോണ്ടല്ലോ, ഓഹോ എന്തൊരു സുഖം, ഒരു രോമം കണ്ടീച്ച് വെക്കും എനിക്ക്. ഇവന്മാർ ഈ ഷൈബ്സാദ ഫറാന് ഈ പറഞ്ഞ ട്രോഫി കിട്ടിയില്ല, പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള കരച്ചിൽ. 6 ഇന്നിങ്സിൽ നിന്ന് 383 റണ്ണാണ് ഷൈബ്സാദ ഫറാൻ അടിച്ചത്. ഈ 6 ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂർണമെൻറ്റിൻ്റെ തുടക്ക സ്റ്റേജിൽ, ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെയാണ് ഈ 6 ഇന്നിങ്സ് കളിച്ച് ഇത്രയും റൺ അടിച്ചത്. അപ്പോൾ ആരൊക്കെയായിട്ടാണ് കളിച്ചതെന്നുള്ളത് ആലോചിക്കണം ഗ്രൂപ്പ് സ്റ്റേജസിൽ. ഓക്കെ, അതിൽ തന്നെ 76 ആവറേജും 160 സ്ട്രൈക്ക് റേറ്റും, 215, 2 സെഞ്ചുറി. ആ ഇന്നിങ്സ് കൊണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എവിടെയെങ്കിലും ഒരു പൊട്ടിക്കെങ്കിലും ഒരു മെച്ചമുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. സൂപ്പറായിട്ട് പോലും എത്തിയില്ല ടീം. പിന്നെന്താ, എന്തിനാണ് ഞാൻ ഇത് പാകിസ്ഥാനിലേക്ക് കരച്ചിന് മാത്രമല്ലോ, നമ്മുടെ നാട്ടിലും കുറേ പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സ് ഇരുന്ന് കരയുന്നുണ്ട്. ഗ്രൂപ്പുകളിലൊക്കെ ഷൈബ്സാദ ഫറാന് കൊടുത്താൽ മതിയായിരുന്നു. ഇവന്മാർക്കൊന്നും ക്രിക്കറ്റിനെ കുറിച്ചൊരു ബോധവും ഇല്ലേ? പന്തെറിയാനും ബാറ്റ് അടിക്കാനും എന്നുള്ള മൈൻഡിലാണ് അവന്മാർ കളി കാണുന്നത്. ആ ചെങ്ങായി അടിച്ച റണ്ണിന് എന്താ വാല്യൂ? ലൈക്ക് ഓക്കെ, എല്ലാം വാല്യൂബിൾ ആണ്, ബട്ട് ടീമിന് ഇയാളെ കൊണ്ട് എന്ത് വെച്ചുണ്ടായി? ഒന്നും ഉണ്ടായില്ലല്ലോ. ഇൻഡിവിജ്വലി അയാൾ കുറച്ച് റൺ അടിച്ച് കഴിഞ്ഞ്, അത്രേ ഉള്ളൂ. അതും വെച്ച് സഞ്ജു അടിച്ച റണ്ണിനായിട്ട് കമ്പയർ ചെയ്ത്. പിന്നെ അത് മാത്രമല്ല, ഇതിന് വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടേ. സഞ്ജുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞ എത്ര പേര് വീഡിയോ ഇട്ട്. ഇവിടെ അതും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. ഒരു വോട്ടിംഗ് സാധനം തുറന്നു വെച്ചിരുന്നു, അവിടെ കയറി കുത്തണ്ടിയിരുന്നു. അത് കുട്ടിയില്ല, അത് വേറെ സീന്. പിന്നെ ഒരാൾ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൗട്ട്സിലാണ് അടിച്ച് ജയിപ്പിച്ച് ടീമിനെ കപ്പടിപ്പിച്ച്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് തിങ്. അതിന് 100 എണ്ണില്ല. ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോൺ അല്ല, ടീമിനെ ജയിപ്പിച്ചോ. ദാറ്റ്സ് എൻഡ് ഓഫ് ദ ഡേ. അതാണ് ഹീറോയിക് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും മനസ്സിലാവാതെ കുറേ എണ്ണം നമ്മളെ നാട്ടിലും അങ്ങ് പാകിസ്ഥാനിലുമായിട്ട് ഷൈബ്സാദ ഫറാൻ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം കിടന്ന് കരയുന്നുണ്ട്. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നതാണ് പിച്ചസ്ഥാനിലെ കുറേ എണ്ണത്തിൻ്റെ കരച്ചിൽ. പിച്ച് ശരിയല്ല, പിച്ച് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കി, ബോൾ മാറ്റി, ഇംഗ്ലണ്ടിനായിട്ട് 15ാമത്തെ ഓവറിൽ ബോൾ മാറ്റി, ബൗണ്ടറീൻ്റെ വലിപ്പം ഇടയ്ക്ക് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ കുറയ്ക്കും, മറ്റൊരു ബാറ്റ് ചെയ്യുമ്പോൾ കൂട്ടും. പിന്നെ ഓപ്പോസിറ്റ് ടീം ബാറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഒരു 2-3 ഫ്ലഡ് ലൈറ്റ് കൊണ്ട് ഓഫാക്കിയിടും. മറ്റൊരു ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ ഒരു 4-5 എക്സ്ട്രാ ഫിറ്റ് ചെയ്യും ബോൾ നല്ലോണം കാണാൻ വേണ്ടി. എൻ്റെ പൊന്നേ, സ്ക്രിപ്റ്റാണിത്. ഇങ്ങനെ കരയാൻ നാണവും മാനവും ഇല്ല. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കപ്പടിച്ചത് പാകിസ്ഥാനാണ്. ഇവരുടെ ഒരു മൂഡ് അങ്ങനെ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ യുദ്ധം ജയിച്ചത് വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ നടന്നിരുന്നത്. അത് സെയിം പരിപാടി. ഇതന്നെ ഇവർക്ക് പണി. രാവിലെ എണീക്കുക,
കുറേ ബാബറാസും വിരാട് കോഹ്ലിനെയും കമ്പയർ ചെയ്യുന്നു, പണ്ടത്തെ പരിപാടി. ഇപ്പോൾ പിന്നെ കമ്പയർ ചെയ്യാൻ വരില്ല, ആളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഷഹബ്സാദ ഫറാനും സഞ്ജു സാംസണും എന്ന് പറഞ്ഞൊരു കമ്പാരിസണുമായിട്ട് ഇറങ്ങും. ഇനി അതിന് ശേഷം കപ്പടിച്ചത് ഈ പറഞ്ഞ മാതിരി ജയ്ഷ മറ്റേ ICCIയിൽ ഇരുന്നുകൊണ്ട് കപ്പടിച്ചു. ഇന്ത്യക്ക് വെന്യൂ ഭയങ്കര ഈസിയായി. ഇന്ത്യയിൽ കളി വന്നാൽ പിന്നെ ഇന്ത്യക്ക് വെന്യൂ ഈസി ആവില്ലേ? അതൊരു ഹോം ടീമിനുള്ള അഡ്വാൻറ്റേജ് അല്ലേ എന്നുള്ളത് അത് ഈ മണങ്ങന്മാർ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇപ്പം എന്താണെങ്കിലും നമുക്ക് കുറച്ച് കരച്ചിൽ കാണാം. यार न्यूजीलैंड अगर तुम लोगों ने यूं ही जलील होके हारना था तो हमें क्यों नेट रन रेट की बेसिस पे टूर्नामेंट से बाहर किया? मतलब इससे अच्छी फाइट तो हम दे देते. मतलब ये जो फाइट आप लोगों ने पुटअप की है ये भी ना करते. जो मिचेल सैंडलर ने अपनी बायो में बड़ा करके लिखा हुआ है ना कि पार्ट टाइम क्रिकेटर एंड फुल टाइम गोल्फर, आज उसने बिल्कुल ये बात ठीक साबित कर दी. എൻ്റെ ചേച്ചി ലിപ്സ്റ്റിക്ക് വിട്ട് ബ്ലഷും തേച്ച് വന്നിരുന്ന് മണ്ടത്തരം വിളിച്ച് പറയാൻ ഇനിയിപ്പത് ഹിന്ദിയിലൊന്നും പറയാൻ വയ്യ. ഇതാരെങ്കിലുമൊക്കെ ഓഡിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ കുട്ടിക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കുക. എന്ത് മണ്ടത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. റൺ റേറ്റിൻ്റെ പേരിൽ പാകിസ്ഥാൻ പുറത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളിച്ച കളിയിൽ മര്യാദയ്ക്ക് റൺ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കളിക്കേണ്ടിയിരുന്നു. അത് കളിച്ചില്ലല്ലോ. പിന്നെ ന്യൂസിലാൻഡിനെ കയറി കുറ്റം പറയും, നിങ്ങൾ എന്തിനാണ് ഫൈനലിൽ കയറിയത്? അത് ശരി, അധ്വാനിച്ച് കളിച്ച് ഫൈനലിൽ കയറി, ഫൈനലിലാ തോറ്റെ, ഫൈനലിൽ കാൽക്കുലേഷൻ തെറ്റി. അന്നത്തെ മാച്ചിൽ അവർക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. പാകിസ്ഥാൻ ആദ്യമേ പറ്റാത്തതുകൊണ്ട് പിച്ചസ്ഥാൻ ആദ്യമേ പോയി. ഇങ്ങനെ കരയണ കുറേ എണ്ണങ്ങളുണ്ടല്ലോ ഇപ്പോഴും ഈ കാലഘട്ടത്തിലൊന്നും ഞാൻ ആലോചിക്കും. ഇനി അടുത്തത് मुझे लगता है कि वर्ल्ड कप ये सारा प्लान ही इंडिया के लिए किया गया था. जिस तरीके का उनको अहमदाबाद के अंदर विकेट दिया गया, जिस तरीके का उनको वानखेड़े के अंदर विकेट दिया गया, और पता नहीं न्यूजीलैंड के कप्तान ने टॉस जीत के क्यों ये फैसला किया कि वो इंडिया को पहले बैटिंग कराएगा. और वो सेमीफाइनल क्या उसने नहीं देखा था? क्या उसने उससे पिछले वाले मैचेस नहीं देखे थे? और फिर ICC विकेट भी तैयार करने में अगर आपको मदद भी कर सकता हो तो फिर आप इस वर्ल्ड कप के अंदर भी श्रीलंका को आखिर में आगे अनाउंस हुआ, आखिर में, कि आप अगर सेमीफाइनल में आए तो आप कोलंबो में खेलेंगे. इंडिया को पता था कि उसने वानखेड़े खेलना है. तो ये वाले एडवांटेजेस जब किसी टीम को दिए जाते हैं, मिलते हैं, तो वो टीम फिर फायदा भी उठाती है. मैं इंडिया की जीत को खराब नहीं करना चाहता, बट कहीं ना कहीं एक टीम को फेवर किया जाता है. വിക്കറ്റ് ഉണ്ടാക്കി ഇന്ത്യയുടെ ഫേവറിലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ മാച്ച് നടക്കുമ്പോൾ ഇന്ത്യയിലെ വെന്യൂസ് ഇന്ത്യൻ പ്ലെയേഴ്സിനെ അറിയാതിരിക്കും. ഇപ്പോൾ പാകിസ്ഥാനിലാണ് വേൾഡ് കപ്പ് നടക്കുന്നതെന്ന് വിചാരിച്ചോ, ഒരു ടീമിൽ ഒരു 15 പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഈ 15 പ്ലെയേഴ്സും ആ രാജ്യത്തിൻ്റെ പല സ്റ്റേറ്റിൽ നിന്ന് വന്ന് കളിക്കുന്നതായിരിക്കും. ആൻഡ് അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലൂടെ സ്കൂൾസ് മുതൽ നാഷണൽസിൽ അങ്ങനെ പല കാറ്റഗറിയിൽ പല ടൂർണമെൻ്റ് ആയിട്ട് പല നാട്ടിൽ അവിടെയുള്ള എല്ലാ മെയിൻ സ്റ്റേഡിയത്തിലും വിക്കറ്റിലും കളിച്ച് വളർന്ന ആൾക്കാരാണ് ഈ വന്ന് നാഷണൽസ് കളിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ തന്നെ എടുത്തു നോക്ക്. ഓക്കെ, അവർക്ക് വെന്യൂ ആദ്യമായിട്ട് അറിയാവുന്ന അത് അഡ്വാൻറ്റേജ് ആണ്. വെൻ യു ഹോസ്റ്റ് എ ടൂർണമെൻറ്റ് യു ഗെറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ICC വിക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് T20 ആണ്, ഇതിനൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ വാല്യൂ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് ട്രാക്സ് ഉണ്ടാക്കും. അതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ട് ആ ഫ്ലാറ്റ് ട്രാക്കിലും നന്നായിട്ട് ബോൾ ചെയ്യുന്ന ബോളേഴ്സ് ഇല്ലേ? ബുംറ പെർഫെക്റ്റ് എക്സാമ്പിൾ. കഴിവുള്ള എവിടെയും എറിയും, മനസ്സിലായോ? എവിടെയും അനക്കും, എവിടെയും വിക്കറ്റ് എടുക്കും, അഡാപ്റ്റ് ചെയ്യും. ഇതെന്തെന്ന് ഇവന്മാർക്ക് ഇപ്പോൾ പിച്ച് ഉണ്ടാക്കിയത് പ്രശ്നമായി, ബാറ്റിൽ സ്പ്രിങ് വെച്ചു എന്നുള്ള കുഴപ്പമായി, എല്ലാ അവന്മാർക്കും പ്രശ്നമാണ്. ഇനിയൊക്കെയുള്ള ബ്ലണ്ടേഴ്സ് കേട്ടോ നിങ്ങൾ. ഇനി മെയിൻ സാധനങ്ങൾ വരാൻ പോണുള്ളൂ. हो सकता है नेक्स्ट ICC इवेंट्स में इंडिया की 2 टीमें आपको खेलती हुई नजर आए, एक नॉर्थ इंडिया एक साउथ इंडिया. मतलब जिस बेशर्मी से इनको सपोर्ट किया जा रहा है ICC की जानिब से, हो सकता है कि वो कह दे भाई अगले इवेंट में कि इनकी आबादी बहुत ज्यादा है, 130 करोड़ है, 135 करोड़ है, इसलिए इंडिया की 2 टीमें खिलाई जाएंगी. और अगर एक टीम इवेंट से बाहर भी हो जाती है तो पैसा बनाने के लिए दूसरी टीम इवेंट में मौजूद रहेगी और दोनों में से कोई एक ना एक टीम तो सेमीफाइनल या फाइनल खेल ही लेगी. भाई इन्होंने टूर्नामेंट के स्टार्ट पे देखा कि स्लो पिचेस के ऊपर, स्पिन विकेट्स के ऊपर इंडिया USA से भी फंस रहा है, इंडिया नीदरलैंड से भी फंस गया, मतलब इंडिया साउथ अफ्रीका से हार गया. तो इनको कुछ ना कुछ तो करना था. इन्होंने सेमीफाइनल इंडिया को खिलाना था, इन्होंने फाइनल इंडिया को खिलाना था ताकि पैसे बनाए जाएं, डॉलर्स बनाए जाएं. तो इन्होंने सीधी सपाट फट्टा विकेटें तैयार करना शुरू कर दी. वेस्ट इंडीज की टीम जो डेंजरस नजर आ रही थी उसके खिलाफ इन्होंने 195, 196 जो भी था वो चेज किया. फिर उसके बाद इंग्लैंड वाली मैच में तो हद ही हो गई.
सेमीफाइनल की पिच ऐसी बनाई गई कि मतलब यहां पर जो सीमेंट के विकेटों पर मैचेस हो रहे होते हैं वो बेहतर होती है उस पिचेस से। 255 रन इंडिया ने स्कोर किए, फिर इंग्लैंड ने भी उतने ही रन का पहाड़ खड़ा किया, आई थिंक 7-8 रन से वो मैच हार गए। फिर फाइनल में इन्होंने देखा कि गुज़िश्ता 2 मैचेस की जो पॉलिसी है वो तो क्लिक कर गई, वो तो कमाल कर गई। अब फाइनल में भी ऐसी ही विकेट बनाई जाए, रेड सॉइल ब्लैक सॉइल जो भी है यूज किया जाए, कुछ भी करके इंडिया को टूर्नामेंट जितवाया जाए। ICC വിക്കറ്റ് ഉണ്ടാക്കി ഇന്ത്യനെ ജയിപ്പിച്ചു. 2 ടീം നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി കളിക്കാൻ പോണേ. 2 ഇന്ത്യയിൽ 10 ടീം ഉണ്ടാക്കാനുള്ള ടാലൻറ്റ് ഇന്ത്യയിലുണ്ട് ക്രിക്കറ്റിന്. അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവിടെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞുള്ള സ്പോർട്ടിൽ ഇൻവെസ്റ്റഡ് ആണ്. മനസ്സിലായോ? അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ. അത്രയും പ്ലെയേഴ്സ്, ക്വാളിറ്റി ഓഫ് പ്ലെയേഴ്സ് ഉണ്ട്, ക്വാണ്ടിറ്റി ഓഫ് പ്ലെയേഴ്സ് ഉണ്ട്. പണ്ടത്തെ പോലെ പണി അറിയില്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്. അവിടെ ഇല്ല, അവിടെ രാഷ്ട്രീയമാണ്. ഇവിടെ ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് എന്നല്ലാതെ ബാക്കി രാഷ്ട്രീയം ഇവിടെ ഇതിൽ കയറാത്തത് കൊണ്ട് തന്നെ ഈ സാധനത്തിനകത്ത് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. നാഷണൽസ് വന്ന് കളിക്കുന്നവൻ അവൻ അത്രയും ടാലൻറ്റഡ് ആയിരിക്കും. അല്ലാതെ മാമേൻ്റെയും മറ്റവൻ്റെയും മച്ചാൻ്റെയും മക്കളെയൊന്നും കൊടുന്ന് കളിപ്പിക്കാറൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതൊരുമാതിരി അതെ 10 ഇന്ത്യൻ ടീമിനെ ഉണ്ടാക്കി കളിച്ചിട്ടും കാര്യമില്ല. എന്താണ് ഈ പിച്ചസ്ഥാൻ ജയിക്കാൻ പോണില്ല 1. പിന്നെ ഈ വിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞത്, ഈ ഒരു T20 വേൾഡ് കപ്പ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ശ്രീലങ്കയിൽ മാത്രമേ കുറച്ചും കൂടി ഒരു ഉണ്ട തിരിയണ വിക്കറ്റ് ഉള്ളൂ. അല്ലാത്ത എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ എല്ലാ വിക്കറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. എല്ലാവർക്കും ഒരേ അഡ്വാൻറ്റേജ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി എത്ര ഫ്ലാറ്റ് ട്രാക്ക് കിട്ടിയാലും ഇതിനകത്ത് എയറിലൊരു അനക്കമുണ്ട്. ഈ കുത്തി പിച്ചെന്ന് മാത്രമാണ് അനങ്ങും ഈ സാധനം. പണ്ടത്തെ പാകിസ്ഥാൻ്റെ ബോളേഴ്സൊക്കെ ഇങ്ങനെ എയറിൽ നിന്ന് ഇങ്ങനെ അടുപ്പിച്ചിരുന്നു ബോള്, പാമ്പ് പോലെ പോയിരുന്നു കയ്യിൽ നിന്ന് പോകുമ്പോൾ തന്നെ. എന്താ അപ്പം നിങ്ങളെ ബോളേഴ്സ് മറന്നോ? നിങ്ങളെ പ്രീമിയം ഫാസ്റ്റ് ബോളർ ഉണ്ടല്ലോ, ഷഹീൻ ഷാ അഫ്രീദി. ഉള്ള അഫ്രീദിൻ്റെ പേരും ഒപ്പം വലിച്ചിട്ട് ആ പേരും കൂടി കളയാൻ മാത്രം ഒരുത്തൻ പ്രീമിയം ഫാസ്റ്റ് ബോളർ. അനക്കം പോയിട്ട് ഓന് വല്ല എറിയണ ബോളിൻ്റെ മുകളിൽ ഓന് മറ്റേ വൈബ്രേറ്റർ വെച്ച് കൊടുക്കേണ്ടി വരും അത് അനങ്ങാൻ വേണ്ടിയിട്ട്. അത്രയും പ്രീമിയം ഫാസ്റ്റ് ബോളറായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നല്ലോ വേൾഡ് ക്ലാസ് ബാറ്റ്സ്മാൻ ബബ്ബർ അസം. എന്ത് പറ്റിയെന്നിട്ട്? അടിക്കാനും പറ്റിയില്ല, എറിയാനും പറ്റിയില്ല. ആകെ ചോദിച്ചൊരു ഷാഹിബ്സാദ ഫറാൻ എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അത് ആ തൊച്ച ടീമിനെ കിട്ടിയപ്പോൾ 4 അടി അടിച്ചിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ കുറച്ച് റൺ ഉണ്ടാക്കി വെച്ച്. അപ്പം പിന്നെ ഇനി വന്നിരുന്നിട്ട് ബ്ലാക്ക് സോയിൽ, വൈറ്റ് സോയിൽ, റെഡ് സോയിൽ എന്ന് പറഞ്ഞിട്ട് കുറ്റം പറ. भारतीय प्लेयर्स के बल्ले चेक करवाए जाए, इनके बल्ले चेक कराएं। राजापक्षा ने बात की थी, अब तो ये लोगों को भी अंदाजा हो गया और बाकायदा तौर पे जो साबिक खिलाड़ी और कमेंटेटर से वो इस पे आवाजें लगा रहे हैं और बहुत सारी सोर्सेस के थ्रू भी ये बातें आ रही है कि यार इनके बैट चेक करो, बड़े ही अनयूजुअल तरीके से वो खेलते हैं, वो हर बल्ला रखते हैं उनके बाउंड्री के बाहर शॉट्स चले जाते हैं। क्या ऐसी कहानी है? अब समझ नहीं आ रहा। राजापक्षा ने जब वो स्टेटमेंट दी थी तो हमने इसके ऊपर काफी क्रिटिसिज्म की थी कि ये हम स्कूल में बातें किया करते थे कि बैट में स्प्रिंग लगा हुआ है, लेकिन ये बैट सिर्फ भारतीय बल्लेबाजों का ही इतना जबरदस्त कैसे चल रहा है? या तो उन्होंने अपनी क्रिकेट बहुत आगे कर दी है, या तो उन्होंने अपनी क्रिकेट को बहुत ज्यादा टेम्पर कर दिया, जैसे वो पिच को टेम्पर कर रहे थे। हैरानी की कुछ बात है, अब समझ नहीं आ रहा है कि चल क्या रहा है। पहले राजापक्षा ने आवाज उठाई, अब साबिक खिलाड़ी और साबिक कमेंटेटर से बात कर रहे हैं कि यार जिस तरीके से, अगर आप संजू सैमसन की पूरी इनिंग उठा के देखें, संजू सैमसन की क्रिकेट में ज्यादा फर्क नहीं आया, बिल्कुल वैसे ही खेल रहे हैं जो लास्ट 10 साल पहले या 5 साल पहले वो खेला करते थे। लेकिन ये कि उन्होंने अपना तर्ज खेल थोड़ा सा तब्दील किया। इतने भी संजू सैमसन क्या कहेंगे, विव रिचर्ड नहीं हो गए कि पैर रख भी रहे हैं और पैर रखे बगैर भी मार रहे हैं। ये संजू सैमसन है। ईशान किशन, वो अभिषेक शर्मा जो जिसके बल्ले पे बॉल नहीं आ रहा था, वो जिस तरीके से बल्ला रख रहा है सीधा बाउंड्री के बाहर और लंबे लंबे कदावर छक्के मार रहे हैं। यार इतनी जान तो अब मुझे नहीं पता कि क्या फिटनेस ऐसी कर रहे हैं भारतीय प्लेयर, या क्या अपनी बॉडी पे ऐसा काम कर रहे हैं कि इनके हाथों में, इनकी कलाइयों में इतना दम आ गया है। तो इसके ऊपर काफी शक-शुबात उठाया गया। ബാറ്റിൽ സ്പ്രിങ് ഉണ്ട്, അല്ലെങ്കിൽ ബാറ്റിൽ വേറെ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത കണ്ടുപിടുത്തം. ഒരു കാര്യം ചെയ്യും, ശരി, ഇന്ത്യയിലെ ഈ വന്ന സ്ക്വാഡിലെ എല്ലാവരുടെയും ബാറ്റ് എടുത്തുകൊണ്ടിട്ട് ടെസ്റ്റ് ചെയ്യും, അല്ല ഫോറൻസിക് ടെസ്റ്റ് വഴി. എടാ മണ്ടന്മാരെ, ക്രിക്കറ്റ് മാറി എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് നിങ്ങളത്. പിച്ചസ്ഥാനിൽ ഇപ്പോഴും കളി നിൽക്കുന്നത് വക്കാർ യൂണിസിൻ്റെയും മറ്റേ ഷോയബ് അക്തറിൻ്റെയും ആ കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അവിടുന്ന് വന്നിട്ടില്ല. വസീം അക്രമൊക്കെ ഉള്ള അതേ ടൈമിൽ അവിടെ സ്റ്റക്കാണ് നിങ്ങൾ. ആ ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റിയിട്ടില്ല നിങ്ങളെ കൊണ്ട്.
ഇടയ്ക്കും തലയ്ക്ക് ഏതോ 1-2 വന്നിട്ട് പോയി എന്നല്ലാതെ അതും കാര്യമൊന്നുമില്ല. അതൊക്കെ പിന്നെ മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിപ്പോയി കുറേ എണ്ണം. ഡേയ് എന്തുകൊണ്ടാണ് അടിച്ചാൽ പോകുന്നത്? ഓക്കെ, വില്ലോസ് ആർ ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ബാറ്റുകളാണ്. അതിപ്പോൾ കൊണ്ടു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പഞ്ച് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ആ ബാറ്റ് എല്ലാവർക്കും കിട്ടില്ലേ? എല്ലാ പ്ലേയേഴ്സിനും അത് അവൈലബിൾ ആവും. എല്ലാ ബ്രാൻഡും അത് എല്ലാ അവരുടെ പ്രീമിയം പ്ലേയേഴ്സിനും, പ്രീമിയം എന്നല്ല അവരുടെ കോൺട്രാക്റ്റുള്ള എല്ലാവർക്കും ഒരു കൊടുക്കും. കാരണം ആ ബാറ്റ് കൊണ്ട് അടിച്ചാൽ പോകണം, ആരടിച്ചാലും അതേപോലെ പോകും എന്നുള്ളതാണ് അവരുടെ പരസ്യം കിട്ടുന്നത്. അപ്പോൾ അത് എല്ലാ പ്ലേയേഴ്സിനും എല്ലാ ടീമിലുള്ളവർക്കും ഒരു കൊടുക്കും, ഇന്ത്യക്കാർക്ക് മാത്രമൊന്നുമല്ല. പിന്നെ ഒരു പ്ലെയർ എങ്ങനെ ഒരു ബാറ്റ് ചൂസ് ചെയ്യുന്നത്? ഒരു ബ്രാൻഡിനായിട്ട് കൊളാബറേഷൻ ആയിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ആവശ്യമുള്ള വെയിറ്റ്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ബാലൻസ്, അതിൻ്റെ പിങ്, ഇത് നോക്കിയിട്ട് ഒരു പ്ലെയറാണ് ചൂസ് ചെയ്യുന്നത്. അവർക്ക് ഒരു സീസൺ മൊത്തം ആവശ്യമുള്ള ഇന്ന പിങ്ങിൽ ഇത്ര സ്ഥലത്ത് ഇത്ര സ്വീറ്റ് സ്പോട്ടിൽ ഇത്ര നോക്സ് വേണം, അതിനകത്ത് സ്വീറ്റ് സ്പോട്ട്സ് ഇന്ന സ്ഥലത്ത് വരണം, ഇത്ര തിക്നെസ് വേണം. ഇതൊക്കെ പറഞ്ഞൊരു ബാറ്റ് ഒരു പ്ലെയർ സെലക്ട് ചെയ്യണ്ടേ? അതൊക്കെ ഒരു പ്ലെയറിനോട് പറഞ്ഞിട്ടുള്ള പരിപാടി. ഇനി അത് പോട്ടെ, എങ്ങനെ അടിച്ചാൽ ബോൾ ദൂരം പോകുന്നേ? ഫിറ്റ്നസ് മാത്രമാണോ? ഓക്കെ, ഫിറ്റ്നസ് എല്ലാവരും അടിപൊളിയാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ ഇന്ത്യൻ ടീമും ശ്രീലങ്കൻ ടീമും പോലെ രണത്തുങ്ക അങ്ങനത്തെ പരിപാടി നടക്കൂല. ഫിറ്റാണോ കളിക്കാം? ഫിറ്റ്നസ് ഈസ് എ പാർട്ട്. പക്ഷെ അതിലുപരി എന്താ അറിയോ, ഹൗ യു മീറ്റ് എ ബോൾ. T20 ക്രിക്കറ്റിൽ എസ്പെഷ്യലി സ്റ്റേ സ്റ്റിൽ, ഭയങ്കര സോളിഡായിട്ട് ഒരു കട്ട കല്ല് കൊടുന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കണം. നിന്നിട്ട് ഫുൾ ഫോക്കസ് ആൻഡ് എനർജി ഒരൊറ്റ പോയിന്റിൽ പോകണം. ഒരു പവർ പൊസിഷനിൽ വരണം ഒരു ബാറ്റ്സ്മാൻ. ആ പൊസിഷനിൽ ബാറ്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടപ്പേന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ എനർജിയും പവറും കയ്യിൽ നിന്ന് നേരെ പോണത് ആ ബാറ്റും വയ്ക്കുക. അതൊരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ്. അത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തു, ഇവിടുത്തെ കോച്ചസ് ഡെവലപ്പ് ചെയ്തെടുത്തു, പ്ലെയേഴ്സ് അത് അഡാപ്റ്റ് ചെയ്തു. പണ്ട് ഇതേ അടി ഉണ്ടായിരുന്നടേ. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്ലെയേഴ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാറ്റ് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു കൂടി കൊണ്ടുപോയി ചെക്ക് ചെയ്യും, അടിച്ച് എവിടെ എത്തുന്നത് ബോളൊക്കെ. ഇത് ബാറ്റിൽ സ്പ്രിങ്, ബാറ്റിൽ ചിപ്പ്, മാഗ്നറ്റ്, തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇവന്മാർ. इंडिया का फाइनल और सेमीफाइनल का स्क्रिप्ट लिखने वाला बंदा शायद एक ही था, क्योंकि उसने सेमीफाइनल में भी टॉस जीतकर सामने वाली टीम को यह स्क्रिप्ट में दिया था कि आपने पहले बॉलिंग करनी है, और फाइनल में भी उसने यही स्क्रिप्ट लिखा था कि अगर आप टॉस जीत जाए तो आपने बॉलिंग करनी है, इंडिया को बैटिंग देनी है। और इंडिया को स्क्रिप्ट में यह लिख कर दिया गया था कि आपने 250 से ऊपर नहीं जाना। अगर 250 से ऊपर गए तो पूरी दुनिया को ये शक व शोभा हो जाएगा कि ये मैच फिक्स है, क्योंकि जिस तरीके से टीम इंडिया खेल रही थी, 14-15 ओवर में 206 रन थे। उसके बाद हमें लगा कि भाई 5-6 ओवर में आप मजीद 50, 60, 70 रन बनेंगे, मगर वहां पर सिर्फ और सिर्फ 50 रन बने, 70-80 रन नहीं बने, क्योंकि उन्हों को सिर्फ 256 रन का स्क्रिप्ट दिया गया था कि आपने इससे ऊपर नहीं जाना, वरना तो लोग समझ जाएंगे कि हमने जो काली और लाल मिट्टी को मिलाकर, काली को हटाकर लाल को हटाकर ये पिच बनाई है, इसके ऊपर सबको शक हो जाएगा और जो हमारा स्क्रिप्ट है वो लीक हो जाएगा। ടോസ് സ്ക്രിപ്റ്റാണ്. എതിർ ടീം ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതും സ്ക്രിപ്റ്റാണ്. എന്തിന് ഇന്ത്യൻ ടീം ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതും വരെ സ്ക്രിപ്റ്റാണ്. 250 ഒരു സ്കോറിൽ നിർത്തണം, അത് സ്ക്രിപ്റ്റാണ്. തുടക്കത്തിൽ പവർ പ്ലേയിൽ ഇത്ര റൺ ഉണ്ടാക്കണം, സ്ക്രിപ്റ്റാണ്. എടാ ഈ പറയുന്ന ഇവനേ വിവരം വേണ്ടേ? ഞാൻ ആലോചിക്കുന്നത് ആ രാജ്യത്തിരിക്കുന്ന പിച്ചസ്ഥാനിലെ നാട്ടുകാരുടെ ഒരു ഗതികളാണ്. അവിടെ 10-100 1-2 ആണ് കാര്യമായിട്ട് ക്രിക്കറ്റ് നോളേജ് ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇതേമാതിരി മന്ദബുദ്ധികളായിപ്പോയല്ലോ. എങ്ങനെടാ നാട് നന്നാവുക? നല്ല ക്രിട്ടിക്സ് വേണ്ടേ? അല്ലാതെ സ്വന്തം രാജ്യം തോറ്റിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിനെ പോയിന്റ് ഔട്ട് ചെയ്ത് ഈ രാജ്യത്ത് ഇങ്ങനത്തെ വൃത്തികെട്ട ക്രിക്കറ്റാണ്, ഇങ്ങനത്തെ സെലക്ഷനാണ് നടക്കുന്നത്, പ്ലെയേഴ്സിനെ തഴഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യാതെ അപ്പുറത്തെ രാജ്യത്തും ജയിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള പിച്ച് നോക്കിയിട്ടും ബാറ്റ് നോക്കിയിട്ടും അവിടുത്തെ സ്ക്രിപ്റ്റാണെന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഇറക്കാൻ നാണമില്ലാത്ത നാറികൾ. सेमीफाइनल में इंग्लैंड की बैटिंग के दौरान बॉल तब्दील क्यों की गई? इससे भारत को मुकम्मल तौर पर फायदा पहुंचा, जिसकी वजह से इंग्लैंड को सेमीफाइनल में शिकस्त हो गई, वरना वो ये सेमीफाइनल जीत जाते। पाकिस्तान टीम के साबिक फास्ट बॉलर अब्दुल रऊफ का ये कहना है, शायद कल किसी ने ये बात नोटिस ना की हो, लेकिन जाहिर है जो एनालिस्ट होते हैं वो बहुत गौर से, बहुत एक एक बॉल को बारीकी से देख रहे होते हैं। तो उन्होंने कहा कि 15 ओवर्स के बाद, ये ट्वीट भी आप उनका नीचे देख रहे हैं, कि 15 ओवर्स के बाद जो बॉल है वो तब्दील की गई। उस वक्त तक इंग्लैंड को वाज़े बर्तरी हासिल थी, अंपायर्स को बॉल तब्दील नहीं करनी चाहिए थी। बॉल तब्दील करने के बाद इंडियन बॉलर्स को फेवर मिली और उसके बाद उन्होंने अपनी गिरफ्त जो है वो
मैच पर मजबूत की। ഈ അടുത്ത ബ്ലണ്ടർ 15ാമത്തെ ഓവറിൽ ഓക്കെ ബോൾ ചിലപ്പോൾ മാറ്റാം. ബോൾ മാറ്റുമ്പോൾ ഇത് ബാറ്റിംഗ് ടീം അറിയാതെ ബോൾ മാറ്റും. ഈ മാറ്റിക്കൊണ്ടുവരുന്ന ബോൾ ഇവരെ വിചാരം എന്താ അടുത്ത ന്യൂ ബോൾ കൊടുത്തു എന്നാൽ ഈ മണ്ടന്മാർ പറയുന്നത് ബോളർക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ. സിമിലർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, സിമിലർ കൈൻഡ് ഓഫ് മാച്ച് സ്റ്റിമുലേഷനിൽ കളിച്ച് അത് 15 ഓവറിൽ ആ ഏതാണോ മാറ്റുന്ന ബോൾ അതിൻ്റെ വെയർ-ആൻഡ്-ടിയറിനോട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു സാധനമേ കൊടുക്കൂ. മനസ്സിലായോ? അപ്പം മറ്റേ ബോൾ ബിഹേവ് ചെയ്തതിൻ്റെ ഏറെക്കുറെ അതേപോലെ തന്നെ 90% അങ്ങനെ തന്നെ അത് ബിഹേവ് ചെയ്യും. 10% മാത്രമാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരും. ആ 10% ഇവന്മാർ എറിഞ്ഞു പിടിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാ ബോൾ മാറ്റിയതാണ്. അപ്പോൾ ഇംഗ്ലണ്ട് തോറ്റത്. അടുത്ത കണ്ടുപിടുത്തം. എന്നിട്ട് ഇംഗ്ലണ്ട് എത്ര എണ്ണത്തിനാണ് തോറ്റ ബോൾ മാറ്റിയിട്ട്? ഇത്രയും ക്ലോസ് ആയി മാച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ആ ബോൾ മാറ്റി 15 ഓവർ കഴിഞ്ഞ് അടുത്ത 3 ഓവറിൽ എല്ലാത്തിനും കൂടി ചുറ്റി കെട്ടണ്ടേന്നില്ല ഇന്ത്യ. അയ്യോ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അടുത്തത് 4 बड़े फिक्सिंग के पॉइंट पकड़े गए हैं दोस्तों। फाइनल जो मैच था, सबसे पहले मुबारक हो इंडिया, लेकिन 4 ऐसे पॉइंट पर बेनकाब कर दिया है आपको। जानते हैं कि जैसे ही टीम इंडिया बैटिंग करने आती है, पावर प्ले खत्म होता है, बोर्ड पर रन कितने होते हैं? 92 रन 6 ओवर में पड़ते हैं। लेकिन आपने देखा न्यूजीलैंड के बॉलर्स की तरफ से एक भी यार्कर करवाया गया हो? आप मुझे बताएं, 6 ओवर गुजर जाते हैं, पता है एक बाल छक्का, दूसरी बाल छक्का, तीसरी बाल छक्का, छक्के पे छक्का पड़ रहा है, लेकिन न्यूजीलैंड के बॉलर्स की तरफ से भी एक भी यॉर्कर नहीं करवाया गया। जसप्रीत बुमराह वहीं पर, यकीन करो स्टार्टिंग से जसप्रीत बुमराह को तो छक्का ही नहीं पड़ा फाइनल में। अगर एक बाल पे भी छक्का उसको पड़ जाए, अगली सारी की सारी बाल ऐसे ऐसे करके वो यार्कर आकर मार के चला जाता है। ഈ പിച്ചസ്ഥാൻ്റെ ഫാൻസിനും ഉണ്ടല്ലോ ഈ മാച്ച് ഫിക്സിങ്ങിനോട് എന്തോ ഒരു അടങ്ങാനാവാത്തൊരു ആക്രാന്തി, ഒരു അതിനോടൊരു ഇതുണ്ട്, പ്രത്യേക ഒരു താല്പര്യം ഒരുക്കുന്നുണ്ട്. ന്യൂസിലാൻഡ് ബോളേഴ്സ് യോർക്കർ ഇറങ്ങില്ല. അതാണ് ഇപ്പോൾ മൂപ്പര് ഫിക്സിംഗ് ആണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത്. നേരെ മറിച്ച് ജസ്പ്രീത് ബുംറയ്ക്ക് എറിയാൻ വന്ന് ഒരു അടി കിട്ടി, അപ്പോഴത്തേക്കും യോർക്കർ എറിഞ്ഞു. ന്യൂസിലാൻഡ് ടീമിന് എവിടെയാണ് പാളിയ ബോളേഴ്സിന്? അവർ ഓടി വന്ന് ആദ്യം തന്നെ സ്ലോ ബോളും കട്ടേഴ്സും എറിയാൻ തുടങ്ങി. അവർ ആ സിറ്റുവേഷൻ റീഡ് ചെയ്തത് അത് തെറ്റിപ്പോയി. ആ വിക്കറ്റ് റീഡ് ചെയ്തത് തെറ്റിപ്പോയി. അതാണ് പറ്റിപ്പോയത്. പിന്നെ യോർക്കർ എറിയാൻ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ബാറ്റ്സ്മാൻ കയറി വന്നാൽ അത് ഫുൾ ടോസായി. ഡീപ്പ് ഇൻ ദ ക്രീസ് നിന്ന് കഴിഞ്ഞാൽ അവർക്കത് ഫുൾ ലെങ്ത് ബോളായി. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇപ്പം അങ്ങനെയാണ് ജഡ്ജ് ചെയ്ത് കളിക്കുന്നത്. എവിടെ എറിയും യോർക്കർ? അല്ലെങ്കിൽ അത്രയും പെർഫെക്ഷനിൽ എറിയണം. ലൈക്ക് ബുംറ അല്ലെങ്കിൽ പണ്ടത്തെ മലിംഗ പോലെയൊക്കെ കറക്റ്റ് എറിയാൻ അറിയണം. അതും കൂടി അറിയണ്ടേ? എറി പിടിപ്പിക്കണ്ടേ ഈ സാധനം? അപ്പം മാച്ച് പ്രഷർ, മാച്ച് ആ ഫൈനൽ കളിച്ച എക്സ്പീരിയൻസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ മാറ്ററാവും. അപ്പോഴത്തേക്കും ഇത് ഫിക്സിംഗ് ആണ്, ഇതാരോ പറഞ്ഞു ജയിച്ചതാണ്. ന്യൂസിലാൻഡിൻ്റെ അടുത്ത് മാച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാച്ച് ഫിക്സ് ചെയ്യുന്നു. സ്വന്തം രാജ്യം തോറ്റു. അവിടുത്തെ ക്രിക്കറ്റ് എൻറ്റയർ ക്രിക്കറ്റിൻ്റെ സെറ്റപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, അവിടെ ഒരു പുണ്ണാക്കുമില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റേ പാകിസ്ഥാൻ പ്രീമിയർ ലീഗാണ്. അതാണ് ഈ ലോക ദുരന്തവും കോമഡി. മനസ്സിലായോ? അപ്പോൾ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ക്രിക്കറ്റ് ഫെസിലിറ്റി ഇല്ലാത്തൊരു ഈ അഫ്ഗാനിസ്ഥാനൊക്കെ എത്രയോ മെച്ചാണ് ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, എത്രയോ ഇമ്പ്രൂവ്ഡാണ്. ഇപ്രാവശ്യം വന്ന അസോസിയേറ്റ് രാജ്യങ്ങൾ തന്നെ എന്താ കളി. പാകിസ്ഥാൻ ഈ പോകുവാണെങ്കിൽ 2-3 കൊല്ലം കൊണ്ട് തീർന്ന് അസോസിയേറ്റ് രാജ്യങ്ങൾ വരെ വന്ന് അടിച്ചിട്ട് പോകും. ആ രീതിയിൽ ഇല്ലാതായി ഇവന്മാർ. ശ്രീലങ്ക തിരിച്ചു വരും നോക്കണം. അവരൊക്കെ ഇമ്പ്രൂവ് ആകുമ്പോൾ ഇവന്മാർ ബാക്കോട്ടാവോളെ പഴയ പെഡിഗ്രിയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെ ഈ ചാനലുകളിലും യൂട്യൂബിലും അല്ലെങ്കിൽ ഇവരുടെ മാച്ച് അനലൈസ് ചെയ്യുന്ന പഴയ പ്ലെയേഴ്സിനെ വെച്ച് ഒരു 11 ഉണ്ടാക്കിയ ഇന്ത്യനായിട്ട് ഇതിലും നന്നായിട്ട് അവന്മാർ കട്ടക്ക് കളിച്ച് നിൽക്കും. മനസ്സിലായോ? അതും എല്ലാം ചെയ്യാൻ നോക്ക്. എന്ത് ഗതികെട്ടവന്മാരുടെ കണ്ടെന്ന് കുറേ ചിരിച്ചിട്ടുണ്ട് അവന്മാരെ കോമഡികളൊരു ബാറ്റിൽ ചിപ്പ്, ബൗണ്ടറി ലൈൻ്റെ വലുപ്പം കൂട്ടൽ, ഇങ്ങനെ കുറേ എണ്ണങ്ങൾ. ഇനി മറ്റത് പറയാതിരുന്നാൽ ഭാഗ്യം. ഇന്ത്യ എല്ലാ രാജ്യത്തും ദുരന്തർ പോലെ എന്തോ ഒരു പ്രൊജക്റ്റ് ക്രിക്കറ്റിൽ ഓടുന്നുണ്ട്. അതുകൊണ്ട് അപ്പുറത്തെ രാജ്യത്ത് കളിച്ചതൊക്കെ ഇന്ത്യൻ്റെ ദുരന്തർ ആളുകളാണെന്നുള്ളത് പറയാതിരുന്നാൽ ഭാഗ്യം. ആൾ ചിലപ്പോൾ അതും പറഞ്ഞു വരും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ലോകം മൊണ്ണാണ് ഏറ്റവും പിച്ചസ്ഥാൻ.